എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹാപ്പിനെസ്സിനെ പറ്റിയാണ്. സന്തോഷം. എല്ലാവർക്കും ആഗ്രഹമാണ് സന്തോഷവാനായിരിക്കണം. അതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ജീവിതത്തിൽ പലരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും പറയാറ് ഞാൻ സന്തോഷവാനായിരിക്കണം, നമുക്കെപ്പോഴും സന്തോഷമാണ് വേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ സന്തോഷത്തെ തേടിപ്പോകുമ്പോൾ ഈ സാധനം ഒരിക്കലും നമുക്ക് കിട്ടൂല. നമ്മളൊരിക്കലും സന്തോഷത്തിൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ സാധനം നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ ഇതെപ്പോഴും എന്താണ്, ഒരു ബൈ പ്രൊഡക്റ്റാണ്. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് നമ്മളുടെ ഹാപ്പിനെസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു ദാനം കൊടുക്കുമ്പോൾ, ഒരു പാവപ്പെട്ട ഒരാളെ സഹായിക്കുമ്പോൾ, അല്ലെ പല ചാരിറ്റികൾ ചെയ്യുമ്പോൾ, നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ ശരിയായ വിധത്തിൽ ചെയ്യുമ്പോൾ, നല്ല ബന്ധങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കും, ബന്ധങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു സാധനം കൂടിയാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എപ്പോഴും സന്തോഷവാനായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേഗം കിട്ടുന്നത് ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് നമ്മൾ തേടി പോകാറുണ്ട്, അല്ലേ? ചിലപ്പോൾ ചില വീഡിയോസുകൾ കാണുന്നത്, ലഹരിക്ക് അടിമയാകുന്നത്, ഇതൊക്കെ ഇതിൻ്റെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാകുന്നതാണ്. പക്ഷേ അതല്ല യഥാർത്ഥ സന്തോഷം എന്നുള്ളതാണ് സത്യം. കാരണം സന്തോഷം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമുക്ക് തേടിപ്പോകേണ്ടതല്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നല്ല ബന്ധങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ, നല്ല ബന്ധങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ് ആയിരിക്കും. ഇന്ന് നമ്മൾ കാണുന്ന പല വാർത്തകളിലും പിന്നിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമയായ പല കുട്ടികളോടും നമുക്ക് ചോദിച്ചാൽ മനസ്സിലാകും, അവർക്ക് അവരുടേതായ എന്തൊക്കെയോ ഫാമിലി പ്രശ്നങ്ങൾ, അവരെ തന്നെ വെറുക്കാൻ തുടങ്ങി. അതുകൊണ്ടൊക്കെയാണ് അവരെന്താകുന്നത്, അവർ മോശം വഴിയിലേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നല്ല ബന്ധങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. നല്ല ബന്ധങ്ങൾ പുലർത്തേണ്ട ആവശ്യകതയെപ്പറ്റി നമ്മൾ അവരെ മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ അവർ ഈ മോശം വഴികളിലൂടെയൊന്നും പോകാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പല രക്ഷിതാക്കളോടും ചോദിച്ചാലും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും, അവരൊരിക്കലും അവരുടെ മക്കളെ അപ്രിസിയേറ്റ് ചെയ്യാൻ റെഡിയല്ല എന്നുള്ളതാണ്. ആദ്യം നമ്മൾ വേണ്ടത് അവരെ അപ്രിസിയേറ്റ്, അവരുടെ നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അവരൊന്ന് അഭിനന്ദിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അവരുടെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളെ നമ്മൾ ഊതി വെറുപ്പിച്ച് നിന്നെ കൊള്ളൂല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്യാണ്, അവരൊരു നെഗറ്റീവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരെ അഭിനന്ദിക്കാൻ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, അപ്രിസിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ, അവരെ അംഗീകരിക്കപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളോട് ചേർന്ന് നിൽക്കും. അവർ മറ്റുള്ള വഴികളിലൂടെയൊന്നും പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായും അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളെ അവരെ അപ്രിസിയേറ്റ് ചെയ്യുക, അഭിനന്ദിക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനൊരു പോയിന്റ്. അപ്രിസിയേറ്റ് ചെയ്യുക നല്ല ബന്ധങ്ങൾക്ക് വേണ്ടി. പിന്നീട് എക്സ്പെക്റ്റേഷൻ എന്ന് പറയും. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ നിന്നൊക്കെ നമുക്ക് എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ട്. നമ്മളുടെ ഭാര്യയുടെ അടുത്ത് നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, അവർ നല്ല ഭക്ഷണം തരും, പിന്നെ അല്ലെങ്കിൽ എല്ലാവരും എടുക്കുന്നു. നമ്മളെ ബോസ് നമ്മളോട് നന്നായി സംസാരിക്കും, നമ്മുടെ കൊളീഗ് എപ്പോഴും നമ്മളെ നോക്കി ചിരിക്കും. ഇങ്ങനെ നമ്മൾ എല്ലാവരെയും എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അവർ നമ്മളെടുക്കുന്ന എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെടുക്കുന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അവർ നമ്മളെടുക്കുന്നു എന്ത് ചെയ്യാറുണ്ട്, എക്സ്പെക്റ്റേഷൻ നടത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻ ഒന്ന് കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ ബോസ് ഒരു കാര്യം ചോദിച്ചാൽ അവർ ചോദിക്കുന്നതിനും ഒരു 1% കൂടുതൽ കൊടുക്കുക. ഇപ്പം നമ്മളെ മക്കൾ എന്തൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ അവർ ഉദ്ദേശിച്ചതിനേക്കാളും 1% അവർക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുക. നമ്മളോടുള്ള എക്സ്പെക്റ്റേഷൻസ് കൂട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഈ ലോകത്ത് നമുക്കറിയാം, ഒരാളെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. ആരെ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റൂ, നമുക്ക് നമ്മളെ മാത്രമേ മാറ്റാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മാറ്റി നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് കൂടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് നമുക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ നമ്മളൊന്ന് കൂട്ടുക, അപ്പോൾ നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ക്വാളിറ്റി ടൈം
ക്വാളിറ്റി ടൈം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഫാമിലിയായിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ജോലി പല രക്ഷിതാക്കളോടും ചോദിച്ചാൽ നമുക്കറിയാം, പലരും ബിസിയാണ്, ജോലി തിരക്ക് അത് ഇത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അവസാനം അവരുടെ മക്കൾ വല്ല മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ കേസിലും അതൊക്കെ പെട്ട് ലാസ്റ്റ് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത് എന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു വളരെ വലിയ ഒരു, നമുക്ക് പറയുമ്പോൾ ഇങ്ങനെ തോന്നുമെങ്കിലും ആ ഒരു ചോദ്യം ഒരു നമ്മൾ ഹൃദയസ്പർശമായ അല്ലെങ്കിൽ ഒരു വല്ലാതൊരു ചോദ്യമാണ്. കാരണം സത്യമാണ്, ഒരുപാട് വർഷക്കാലം അവർ രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ അവസാനം അവർ ആ മക്കൾ വേറൊരു വഴിയിലൂടെ വഴിവിട്ടു പോയ പല ബന്ധങ്ങളിലേക്കും ചാടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവർ സമ്പാദിച്ചതൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതിൻ്റെ പുറകിലേക്ക് പോയാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഭാര്യ, മക്കൾ, അവർ, നമ്മുടെ ഫാമിലി, ഇവരുമായിട്ട് നമ്മളൊരു ക്വാളിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കണം എന്നുള്ളതാണ്. അവർക്ക് പറയാൻ പലതും ഉണ്ടാകാം. നമ്മുടെ മക്കൾക്കൊക്കെ അവർ പറയുന്നത് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ എന്താണ് പറയാനുള്ളതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവർക്ക് വേറെ ആരോട് അവർ പറയാം എന്നുള്ളതും ഒരു ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം, അവരെ അടുത്തിരിക്കുക, അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മൊബൈൽ ഇതാക്കാനോ അല്ലെങ്കിൽ വേറെ ഏതിലെങ്കിലും നമ്മൾ ഡൈവേർട്ട് ആകാൻ പാടില്ല. അവരെന്താണോ പറയുന്നത്, നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഒരു ചൈൽഡിഷ് ക്യാരക്ടറുണ്ട്. നമ്മൾ കുറച്ച് സമയം ഒരു ചൈൽഡ് മെൻറ്റാലിറ്റിയോടെ അവരെന്താണോ പറയുന്നത് അത് കേട്ടിരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ചിലപ്പോൾ ചില കുട്ടികൾക്ക് നല്ല നരേറ്ററായിരിക്കാം, ചില കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ നമുക്കിങ്ങനെ അത്ഭുതം തോന്നും. ചിലപ്പോൾ ഇവരൊക്കെ നാളെ രാജമൗലിയോ അങ്ങനെ വലിയ ഏതെങ്കിലും ആൾക്ക് ആവേണ്ടതായിരിക്കാം. അപ്പോൾ അവരെന്താണോ പറയാനുള്ളത് അത് നമ്മളൊന്ന് കേട്ടിരിക്കുക. നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ പുറത്ത് ഒരുപാട് ആൾക്കാർ കേൾക്കാനുണ്ട് ഇവർ പറയുന്നത്, പക്ഷെ അത് ചതിക്കുഴികളാണ്. കാരണം നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ പല പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും എൻ്റെ അച്ഛനും അമ്മക്കൊന്നും സമയമില്ല, അതുകൊണ്ടാണ് അവർ പല മോശം ബന്ധങ്ങളിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കാനുണ്ട്. ആ മറ്റുള്ളവർ എന്തുണ്ടാകും, അവർ ചതിക്കുഴികളോ അല്ലെങ്കിൽ അവരെ വേറെ മോശം വഴികളിലേക്കൊക്കെ നയിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി ടൈം നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് എന്താണോ നമ്മളോട് പറയാനുള്ളത് നമ്മളത് കേൾക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ്, എറണാകുളത്തൊക്കെ താമസിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഞാനും എൻ്റെ മകനും കൂടി കലൂർ സ്റ്റേഡിയത്തിൽ വാക്കിങ്ങിന് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാറ്റർഡേ നൈറ്റ് ഈവനിങ് പോവുക. പക്ഷെ മിക്കപ്പോഴും വാക്കിംഗ് ഒന്നും നടക്കാറില്ല. പോയപ്പോൾ അവൻ പറയും അവിടെ ഒരു ബേക്കറി എന്ന് പറയുന്നൊരു ബേക്കറി ഉണ്ട്, അവിടെ നിർത്താൻ പറയും. അവിടെ നിന്ന് അവരൊരു കേക്ക് കഴിക്കും. അപ്പം ഞാനും അവർക്ക് സംസാരിക്കും. അപ്പം അത് കഴിഞ്ഞ് പറയും, നമുക്ക് ഇനി 2 റൗണ്ട് നടക്കാം എന്ന് പറയുമ്പോൾ 1 റൗണ്ട് നടക്കുമ്പോൾ പറയും, അച്ഛാ എൻ്റെ കാല് വേദന എടുക്കുന്നത് ഇനി മതി എന്ന് പറയും. അപ്പം എനിക്കറിയാം അവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേക്ക് കഴിക്കലാണ്. പിന്നെ പേരിനൊരു വാക്കിംഗ് എന്നുള്ളതിൽ എന്നെ കൂട്ടി വരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് തിരിച്ച് എന്നോട് പോകുമ്പോൾ അവൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, അച്ഛൻ ഇനി അടുത്ത സാറ്റർഡേ വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ നാളെ തന്നെ അച്ഛൻ എന്തെങ്കിലും എന്നോട് ടെൻഷൻ ഒന്നും കൊണ്ടെങ്കിൽ അച്ഛൻ എന്നോട് മാത്രം പറഞ്ഞാൽ മതി, നമുക്ക് ഇവിടെ വന്നിരുന്നിട്ട് സംസാരിക്കാം എന്നുള്ളത്. അപ്പം അവരുടെ കൂടെ ക്വാളിറ്റി ടൈം ചിലപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ വല്ലാണ്ട് മിസ്സാകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എറണാകുളമൊക്കെ വിട്ടപ്പോൾ മിസ്സാകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് കൂടെ ഇതൊക്കെയായിരിക്കും നമുക്ക് ഓർമ്മിച്ച് വെക്കാനുണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി ടൈം നമ്മളുടെ ഫാമിലീൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം 2 ദിവസം മുമ്പ് ഇവിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീവ് ജോബ്സിനെ പറ്റിയിട്ട്. ആപ്പിളിൻ്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് പറയുന്നത്, മരണക്കിടക്കയിൽ കിടന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെ, പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് നേടി എന്നുള്ളത്, കാരണം ഞാനൊരു സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയും ഒരു എപ്പോഴും നമ്മളൊരു മെക്കാനിക്കൽ ലൈഫിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ദൃഢമാക്കണം. ബന്ധങ്ങൾ നമ്മൾ ദൃഢമാക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും നല്ല സന്തോഷം, യഥാർത്ഥമായ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ടാവുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കേൾക്കാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.